നട്ടപ്പാതിരിക്കാൻ അനൗൺസ് ചെയ്ത് നമ്മുടെ ഉറക്കമൊക്കെ കളഞ്ഞെങ്കിലും സൂപ്പർ സൈനിങ് ആണ്. സിറ്റിയുടെ ഒപ്പം കപ്പടിച്ചിട്ട് ഒരു മാസം പോലും ആയിട്ടില്ല. ഫോമിലുള്ള പ്ലെയറാണ്. പുള്ളിയുടെ ഫൈനലടക്കം 24 കളിയാണ് കളിച്ചത്. അതിൽ 13 കളി മാത്രം കണ്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൊന്നും കിടക്കണ്ട, നേരിട്ട് പുള്ളിയുടെ കളിയിലേക്ക് പോകാം. പുള്ളിനെ അവിടെ പല പൊസിഷനിൽ യൂസ് ചെയ്യാനായിട്ട് കണ്ടിട്ടുണ്ട്. ഒരു സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്, ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്, അതേപോലെ റൈറ്റ് മിഡ്ഫീൽഡറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ സെൻട്രൽ മിഡ്ഫീൽഡും ആയിട്ട് കണ്ടിട്ടുണ്ട് കളിക്കുന്നത്. അപ്പോൾ ഈ ഓരോ പൊസിഷനിലും പുള്ളി അവിടെ എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നു നോക്കിയിട്ട് നമുക്ക് തുടങ്ങാം. നമുക്ക് പിച്ചിൻ്റെ മുകളിൽ നിന്ന് അടിയിലേക്ക് വരാം. ഫസ്റ്റ് പുള്ളിനെ യൂസ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡ് സ്ട്രൈക്കറായിട്ടാണ്. അവർ മെയിൻ സ്ട്രൈക്കറിനാണ് മക്ലായിരുന്നു പറഞ്ഞ പ്ലെയറാണ്. ലീഗിലെ കഴിഞ്ഞ 2 സീസണിലെ ടോപ്പ് സ്കോറാണ്. പുള്ളി ഒരു ത്രെറ്റാണ്. അതുകൊണ്ട് തന്നെ ഒപ്പോണന്റ് ഡിഫൻസ് പുള്ളിനെ നല്ല രീതിയിൽ മാർക്ക് ചെയ്യും. അപ്പോൾ പുള്ളി അവിടെ ഒരു ജനറേറ്റ് ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ട്. മക്ലാരിനെ ഡിഫൻഡേഴ്സ് മാർക്ക് ചെയ്യുമ്പോൾ മക്ലാരി നിയർ പോസ്റ്റിലേക്ക് പോകണമെങ്കിൽ ഫാർ പോസ്റ്റിൽ ഒരു സ്പേസ് ഉണ്ടാവും, ഫാർ പോസ്റ്റിലേക്ക് പോകണമെങ്കിൽ നിയർ പോസ്റ്റിൽ ഒരു സ്പേസ് ഉണ്ടാവും. ആ സ്പേസ് കണ്ട് അതിലേക്ക് ഓടി കയറി അവിടെ നിന്ന് ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലെയറാണ് അഡ്വാൻറ്റേജ്. പുള്ളി അങ്ങനെ ആ രീതിയിൽ ഒരു സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് കളിക്കുന്ന നമുക്ക് കളിയേണ്ട മനസ്സിലാവും. പുള്ളി അങ്ങനെ ഗോളൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഹെഡ് ചെയ്യാനും ക്യാപ്പബിലിറ്റി ഉള്ള പ്ലെയറാണ്. ഹൈറ്റ് ഇല്ല എന്നുള്ളത് ഫാക്റ്റാണ്, പക്ഷേ പുള്ളിക്ക് ബോൾ ചാടി ഹെഡ് ചെയ്യുന്ന രീതിയിൽ അവിടെ കണ്ടിട്ടുണ്ട്. അതിന് കഴിവുള്ള പ്ലെയറാണ്. ഹൈറ്റ് ഒരു സെക്കൻഡറി തിങ്ങാണ്. പിന്നെ പുള്ളിനെ കണ്ടിട്ടുള്ളത് അറ്റാക്കിംഗ് മിഡിൽ കളിക്കുന്ന രീതിയിലാണ്. അറ്റാക്കിംഗ് മിഡിൽ പുള്ളി കളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 രീതിയിൽ കളിക്കും. ഒന്ന് ആ ബോക്സിൻ്റെ പുറത്ത് നിന്നിട്ട് അവിടെ നിന്ന് കളി ചെയ്യാനും, പിന്നെ ഉള്ളിക്കുള്ള കാര്യങ്ങൾ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടേക്ക് ഒരു ത്രൂ ബോൾ കൊടുത്ത് അവർ റിലീസ് ചെയ്യാവുന്ന രീതിയിൽ പുള്ളി ബോക്സിൻ്റെ പുറത്ത് ഓപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ രീതിയിൽ കളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡിഫൻസിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അവിടെ പോയി നിന്നിട്ട് ആ ഫൈനൽ ഡിഫൻസ് ലൈനെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവിടെ ഒരു ഗീവ് ആൻഡ് ഗോ ഒരു 1 or 2 കളിക്കില്ല, ആ രീതിയിൽ അവിടെ ഓപ്പറേറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഈ രീതിയിലാണ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് പുള്ളിനെ അവർ മെയിനായിട്ട് യൂസ് ചെയ്തത്. പുള്ളി ഇവിടെ നിന്ന് ഷോട്ട് എടുത്ത് അങ്ങനെ കാണാറില്ല. ഷോട്ട് എടുക്കാൻ പുള്ളിക്ക് കപ്പാസിറ്റി ഇല്ലാണ്ടല്ല, പലരും പറഞ്ഞിട്ട് ഇങ്ങനെ പുറത്തുനിന്ന് ഗോൾ സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. പുള്ളി അടിച്ചാൽ കയറും, അടിച്ച് അങ്ങനെ ഗോളും അടിച്ചിട്ടുണ്ട്. പക്ഷേ പുള്ളിയുടെ മെയിൻ മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോക്സിനകത്ത് ഈ മക്ലാരിൻ പോലത്തുള്ള ഫിനിഷ് ചെയ്യാൻ കഴിവുള്ള പ്ലേയേഴ്സ് ഉണ്ട്, അവരിലേക്ക് ബോൾ എത്തിക്കാനുള്ള രീതിയിൽ കളിക്കുന്നതാണ് പുള്ളി ഷോട്ട് എടുക്കാതെ. റൈറ്റ് ഫുട്ടും ആണ് പുള്ളിയുടെ മെയിൻ, പക്ഷേ റൈറ്റ് ഫുട്ടും ലെഫ്റ്റ് ഫുട്ടും ഉപയോഗിച്ച് പുള്ളി നല്ല രീതിയിൽ പാസും കൊടുക്കും, ഷോട്ടും കൊടുക്കും. ഇനി അടുത്ത പൊസിഷനാണ് പുള്ളിയുടെ റൈറ്റ് മിഡ്ഫീൽഡ്. റൈറ്റ് മിഡ്ഫീൽഡിൽ പുള്ളി നല്ല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്ത് കാണാറുണ്ട്. പുള്ളിനെ കൊണ്ടാവുന്ന രീതിയിൽ പുള്ളിയുടെ ടീമിനെ സഹായിക്കും. പുള്ളി റൺസ് മേക്ക് ചെയ്യുന്ന കാണാം. ഇനി വേറെ ആരെങ്കിലും റൺസ് മേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പുള്ളി അവരെ പാസ് കൊടുത്ത് റിലീസ് ചെയ്യും. പിന്നെ അവിടെ നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് റൈറ്റ് ഫുട്ട് കൊണ്ട് പുള്ളി ക്രോസ് ഓവർ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ സെൻട്രൽ മിഡ്ഫീൽഡ് പൊസിഷനിലേക്ക് വരുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഡിഫൻസിലും കോൺട്രിബ്യൂട്ട് ചെയ്യും. അതേപോലെ തന്നെ അറ്റാക്കിങ്ങിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡീപ്പാണെന്നുണ്ടെങ്കിലും ഒരു കൗണ്ടർ അറ്റാക്ക് ബേസ്ഡ് കളിക്കുന്ന ടീമാണ് സിറ്റി. അപ്പോൾ ഒരു 3 ഫോർവേഡ്സ് എപ്പോഴും ഫ്രണ്ടിലുണ്ടാവും. അവരെ റിലീസ് ചെയ്യാനായിട്ട് ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് റൈറ്റ് ഫുട്ട് കൊണ്ട് ത്രൂ ബോളൊക്കെ കൊടുത്ത് പുള്ളിനെ അവിടെ കളിക്കുന്നുണ്ട്. ഇനി പിച്ചിൻ്റെ കുറച്ചും കൂടി മുകളിലേക്ക് വന്ന് കളിക്കുന്നത് സെൻട്രൽ മിഡ്ഫീൽഡായിട്ട്. അവിടെ നിന്ന് അത്യാവശ്യം അവയർനെസ്സും വിഷനൊക്കെ ഉള്ള പ്ലെയറാണ്. ആരെങ്കിലുമൊക്കെ റൺ മേയിക്കുന്നുണ്ടെങ്കിൽ അവരെ റിലീസ് ചെയ്തിട്ട് ഒരു പ്രിയസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ പുള്ളി അവിടെ കൊടുത്ത് കണ്ടിട്ടുണ്ട്. ഇത് സാധാരണ ആ പൊസിഷനിൽ കളിക്കുന്ന പ്ലെയേഴ്സിന് വേണ്ട ടെക്നിക്കൽ എബിലിറ്റീസ് മാത്രമാണ്. ഇതൊന്നുമല്ല പുള്ളിയുടെ ഹൈലൈറ്റ്. പുള്ളിയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ വർക്ക് റേറ്റാണ്. അതായത് നേരത്തെ പറഞ്ഞ എല്ലാ പൊസിഷനിലും ഒരു മാച്ചിൽ തന്നെ പുള്ളി ഓടി വന്ന് കളിക്കും. അതായത് കുറച്ച് സമയം നോക്കി നമ്മൾ ചിലപ്പോൾ സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് കളിക്കുന്നതാണ്. പിന്നെ റൈറ്റ് മിഡ്ഫീൽഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ ഡിഫൻസിന് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ബാക്കിനൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇറങ്ങിച്ചിരുന്നതാണ്. ഇങ്ങനെ ഓടി നടന്ന് പുള്ളി മെൽബൺ സിറ്റിയിൽ ലാസ്റ്റ് സീസൺ കളിച്ചിട്ടുണ്ട്. മെൽബൺ സിറ്റിയിലെ ലാസ്റ്റ് സീസണിൻ്റെ കളി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചാൽ അവർ മാക്സിമം ആളെ കൂട്ടി ഓവർലോഡ് ചെയ്ത് ഒരു അറ്റാക്കുകൾ ബിൽഡപ്പ് ചെയ്യുന്നതൊക്കെ റൈറ്റ് സൈഡിൽ കൂടിയാണ്. അപ്പോൾ പുള്ളീനെ അതിന് സഹായിക്കുന്ന രീതിയിലാണ് ഈ റൈറ്റ് സൈഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ അവിടെ കളിക്കാനായിട്ട് കണ്ടിട്ടുള്ളത്. പുള്ളിയുടെ ഒരു ആവറേജ് പൊസിഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റൈറ്റ് മിഡ്ഫീൽഡ് ഒരു സെൻട്രൽ മിഡ്ഫീൽഡ് പോലെയാണ് നമുക്ക് തോന്നുന്നത്. ലൈനപ്പ് വരുമ്പോൾ ഒരു 4-2-3-1 ഉള്ള ഒരു അറ്റാക്ക് മിഡ്ഫീൽഡായിട്ട് ഒരു കാണിക്കുമെങ്കിലും ഒരു ആവറേജ് പൊസിഷൻ നോക്കിയാൽ നമുക്കൊരു 4-3-3 ഒരു റൈറ്റ് മിഡ്ഫീൽഡറായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഓടി നടന്നിട്ട് എല്ലാ പൊസിഷനും കളിക്കുക എന്നുള്ളത് നടക്കുന്ന സംഭവമല്ല. പക്ഷെ അത് പുള്ളി അവിടെ എഫക്റ്റീവായിട്ട് അവിടെ ചെയ്തിട്ടുണ്ട്. അതാണ് പുള്ളിയുടെ ഒരു ഹൈലൈറ്റ്. അതിന് പുള്ളിയെ സഹായിക്കുന്ന ഒരു 3-4 കാര്യങ്ങളുണ്ട്, ക്വാളിറ്റീസ്. അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യമാണ് സ്റ്റാമിനയാണ് നമുക്ക് അപ്പൗണ്ടും കളിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യമാണ് ഗെയിം റീഡിങ്. പുള്ളിയുടെ ഫ്രണ്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, ഒരു അവയർനെസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. മൂന്നാമത്തെ കാര്യമാണ് ക്വിക്കായിട്ടുള്ള ഡിസിഷൻ മേക്കിങ്. കാരണം അവിടെ എന്തെങ്കിലും സംഭവിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോകണോ അതോ ഞാനിവിടെ നിന്നോടത്ത് നിൽക്കണോ അതോ ഞാൻ തിരിച്ചു പോകണമെന്ന് പെട്ടെന്ന് ഡിസിഷൻ മേക്ക് ചെയ്യുക. നാലാമത്തെ കാര്യമാണ് സ്പീഡ്. ഡിസിഷൻ മേക്ക് ചെയ്താൽ മാത്രം പോരാ. പുള്ളി ഇപ്പോൾ ഒരു CM പൊസിഷൻ നിൽക്കണമെങ്കിൽ തിരിച്ച് AM പൊസിഷനിൽ എത്തണം. പുള്ളിക്ക്
അത്യാവശ്യം നല്ല സ്പീഡുണ്ട്, ക്വിക്കായിട്ടുള്ള പ്ലെയറാണ്. അപ്പോൾ അങ്ങനെയാണ് പുള്ളി അവിടെയും ഇവിടെയും ഓടി കളിക്കാൻ പറ്റുന്നത്. പിന്നെ അഞ്ചാമത്തെ ഒരു കാര്യമുണ്ട്, അതാണ് മെൻറ്റാലിറ്റി. അതായത് ഫുൾ ടൈം 90 മിനിറ്റ് ടീമിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഉള്ളൊരു മെൻറ്റാലിറ്റി പുള്ളിക്കുണ്ട്. ഇപ്പോൾ ഒഫൻസീവ് കേസ് നോക്കുകയാണെങ്കിൽ ഒരു പാസിങ് ഓപ്ഷനായിട്ട് കാണുന്നത് പുള്ളി അങ്ങനെ നിൽക്കും. ഞാൻ പുള്ളിക്ക് പാസ് കൊടുത്തില്ലെങ്കിൽ പിന്നെ അപ്പം തന്നെ പുള്ളി അടുത്ത ചെയ്യാന്ന് വെച്ചാൽ റൺ മേയ്ക്കാണ്. അപ്പോൾ പുള്ളി റൺ മേയ്ക്കാനൊക്കെ പോകും. ആ ഡിസ്റ്റൻസൊക്കെ മേക്ക് ചെയ്യുന്ന പുള്ളി വളരെ ക്വിക്കാണ്. അതേപോലെ ബിൽഡപ്പിൻ്റെ കേസാണ് നോക്കുക. ബിൽഡപ്പിൻ്റെ കേസാണെങ്കിൽ പുള്ളി ബിൽഡപ്പ് നടക്കണില്ലെങ്കിൽ ടൈമിൻ്റെ പൊസിഷനിൽ ഇറങ്ങി സെൻട്രൽ മിഡ്ഫീൽഡിൻ്റെ പൊസിഷനിൽ എത്തും. പുള്ളിനെ യൂസ് ചെയ്യില്ലെന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ പുള്ളി തിരിച്ചു പോകും. അത് ഒരു ഈ ഒരു എക്സാമ്പിളിൽ സെൻട്രൽ ബാക്ക് പുള്ളിക്ക് പാസ് കൊടുത്തില്ല, അപ്പോൾ പുള്ളി എയിമിൻ്റെ പൊസിഷനിലേക്ക് എത്തണം. പുള്ളി അപ്പം തന്നെ ഓട്ടം തുടങ്ങണം. പുള്ളി സ്പീഡ് വെച്ചാണ് ഈ കേസിൽ പുള്ളി കവർ ചെയ്തിട്ട് ആ ബോളിൻ്റെ ഒപ്പം തിരിച്ച് രണ്ടാമത് എത്തുന്നത്. അപ്പോൾ ഇങ്ങനെ 90 മിനിറ്റ് അപ്പ് ആൻഡ് ഡൗൺ കളിക്കുന്ന ഒരു പ്ലെയറാണ് ലൂണ. അത് എഫക്റ്റീവായിട്ട് കഴിഞ്ഞ ദിവസം എന്താ പറയുക മെൽബൺ സിറ്റിയിൽ പുള്ളി കളിച്ചിട്ടുണ്ട്. അതിനെ അറിഞ്ഞിട്ടാണെന്നറിയില്ല, റൈറ്റ് പ്ലേസ് അറ്റ് റൈറ്റ് ടൈം എന്നുള്ള ടാഗ് ഇന്നൊരു കേസിൽ കറക്റ്റാണ്. നമ്മൾ അതിന് ശരിക്കും ആയിക്കോട്ടെ. അപ്പോൾ ഇത്ര നേരം പറഞ്ഞു എടുത്ത് മാറ്റി വെച്ചു. പുള്ളിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ഡിഫൻസീവ് ഇൻപുട്ടാണ്. ലാസ്റ്റ് ഇയർ മെൽബൺ സിറ്റിക്ക് ആ രീതിയിലാണ് പുള്ളി ഡിഫൻസീവിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. എന്നെ ഏറ്റവും ഇമ്പ്രസ് ചെയ്തത് അന്നൊരിക്കൽ സാറ് പറഞ്ഞല്ലോ ഈ കുഷ്ഠരോഗ ആശുപത്രിയും അനാഥ മന്ദിരവുമാണ് ഏക ആശ്വാസം എന്ന്. അത് വേറൊരു ആശ്വാസം. അതായത് സാധാരണ നമ്മൾ അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സിൽ നിന്ന് ഇത്രയും ഡിഫൻസീവ് ഇൻപുട്ട് കാണാറില്ല. സ്വന്തം കാലിൽ നിന്ന് ബോൾ പോയി പോലും ചിലർ തിരിഞ്ഞു നോക്കാറില്ല. ചില പ്ലേയേഴ്സ് സ്വന്തം കാലിൽ പോയി കഴിഞ്ഞാൽ തിരിച്ച് ബോൾ റിക്കവർ ചെയ്യാൻ ശ്രമിക്കും. ചിലർ ടീമിന് വേണ്ടി തിരിച്ചു വന്ന് റിക്കവർ ചെയ്യും. അങ്ങനെ ഒരു ഗണത്തിൽ പെടുത്താൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ലൂണ. പുള്ളിക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പുള്ളി കാശ്മീരിക്ക് എടുക്കണമെങ്കിലും വണ്ടി പിടിച്ച് കന്യാകുമാരി ഒന്ന് ബോൾ റിക്കവർ ചെയ്യും. അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഉള്ളൊരു പ്ലെയറാണ്. ഇപ്പോൾ നമ്മുടെ പണ്ടത്തെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഹ്യൂമേട്ടൻ സെൻട്രൽ ഫോർവേഡ് പ്ലെയറാണ്. പക്ഷേ അവസാനം പുള്ളി ഇറങ്ങി ഒന്ന് ബോൾ റിക്കവർ ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു നമ്മുടെ ടീമിൽ. അതേപോലെ തന്നെ കഴിഞ്ഞ സീസണിൽ കൂപ്പറോട് ഗോൾ അടിക്കാനായിട്ട് വന്നതാണ്. പക്ഷേ അവസാനം പുള്ളിക്ക് ബോൾ ഫീഡ് ചെയ്യാൻ ആളില്ലാണ്ടായി. അവസാനം പുള്ളി ഇറങ്ങിയിട്ട് ബാക്കിയുള്ളവർക്ക് ബോൾ ഫീഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരവസ്ഥയിലേക്ക് ആ ഒരു സിസ്റ്റം അവരെ എത്തിക്കുകയായിരുന്നു. പക്ഷേ മെൽബൺ സിറ്റിയിൽ ഇതൊന്നും അല്ല പുള്ളിയുടെ അവസ്ഥ. പുള്ളിക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഇവിടെ ആരും നിർബന്ധിക്കുക അങ്ങനൊന്നുമില്ല. ഇപ്പോൾ ഇത് വേറെയുള്ളവർ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് അതിൻ്റെതായ ഫ്രസ്ട്രേഷൻ അങ്ങനത്തെ ഒന്നുമില്ല. പുള്ളി ഒരിക്കലും അത് പോകുമ്പോൾ ഒരു ഹെസിസ്റ്റൻസോ പുള്ളി ഒരു കൺഫ്യൂഷനോ ഒന്നുമില്ല. പുള്ളിക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പുള്ളി നേരത്തെ പറഞ്ഞാൽ എവിടെ ഉണ്ടെങ്കിലും പുള്ളി ഓടി വന്ന് സംഭവം എടുക്കും. ഒരു എക്സാമ്പിൾ നോക്കാം. പുള്ളി ഒരു കോർണർ എടുക്കുന്ന കേസാണ്. പുള്ളി ഒരു ടെക്നിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ കോർണർ എടുക്കുന്ന പ്ലെയറാണ്. ഡിഫൻസീവ് ഹാഫിൽ നിന്ന് ഏറ്റവും അകലെ നിൽക്കുന്നത്. പുള്ളി കോർണർ എടുത്തു, ഹെഡിങ് ഗോൾ കീപ്പർ പിടിച്ചു. അപ്പോൾ ഒരു കൗണ്ടറിനുള്ള ചാൻസ് ഉണ്ട്. കൗണ്ടറിന് പോകാൻ പ്ലെയർ അവിടെ ഉണ്ട്. അപ്പോൾ അത് പുള്ളി മനസ്സിലാക്കി അപ്പം തന്നെ തിരിച്ച് ബാക്ക് ട്രാക്കിങ് ഏറ്റവും അകലെ നിൽക്കുന്ന പ്ലെയറാണ് ബാക്ക് ട്രാക്കിങ്. പുള്ളി അത് മനസ്സിലാക്കി പുള്ളി അത് ചെയ്യണം. വേറെ ആരും നിർബന്ധിച്ചിട്ടൊന്നുമില്ല. അതാണ് പുള്ളിയുടെ മെൻറ്റാലിറ്റി. പുള്ളി ഓടി വന്ന് ആ മൂന്നാമത്തെ പ്ലെയറായിട്ട് നമ്മുടെ ഹാഫിൽ തിരിച്ചെത്തും. അതാണ് പുള്ളിയുടെ ഒരു മെൻറ്റാലിറ്റി എന്ന് പറയുന്നത്. ഈ മെൻറ്റാലിറ്റി ബാക്ക് ട്രാക്ക് ചെയ്യുന്ന കേസ് മാത്രമല്ല, ബോൾ റിക്കവർ ചെയ്യാൻ കാണിക്കും, ടാക്കിൾസിന് കാണിക്കും, ബ്ലോക്കിന് കാണിക്കും, മാർക്കിങ്ങിനും എല്ലാ രീതിയിലും പുള്ളി ഇത് ചെയ്ത് തരുന്നുണ്ട്. ഒരു ടീം പ്ലെയർ നമുക്ക് തെറ്റില്ലാണ്ട് വിളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. ഈ ഒരു കേസ് നോക്കാം. ഈ ഒരു കേസിൽ പുള്ളി ഫോർവേഡ് റൺ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അറ്റാക്ക് തുടങ്ങാനായിട്ട്. ആ പുള്ളി ഒപ്പോണൻറ്റ് ബോക്സിലെത്തി 45ാമത്തെ മിനിറ്റാണെന്ന് ഓർക്കണം. ബോൾ ലൂസായി അവർ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്ത് പുള്ളിയാണ് ആ ഓടി തിരിച്ചു വരുന്നത്. പുള്ളി ഓടി തിരിച്ചു വന്ന് അവിടെ കിട്ടിയൊരു പ്ലെയറുടെ കൂടെ കൂടി അവിടെ നിന്ന് ബോൾ വിൻ ചെയ്തു. ഇതൊക്കെ ഏത് സ്റ്റാറ്റിൽ കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ ഒരു കേസിൽ പുള്ളി സെൻട്രൽ മിഡ്ഫീൽഡ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബോൾ ഒരു കോർണറിലേക്ക് പോയി. നമുക്കവിടെ മാൻ അഡ്വാൻറ്റേജ് ഉണ്ട്. പുള്ളിക്ക് മനസ്സിലായി അവിടെ പോയി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ബോൾ കിട്ടും. ഇങ്ങനെ പുള്ളി മേക്ക് ചെയ്യുന്ന ഡിസിഷൻസ് എപ്പോഴും കറക്റ്റായിരിക്കും. പുള്ളി അതിൽ വിൻ ചെയ്ത് വരാറുണ്ട്. പുള്ളിയുടെ പ്ലെയറെ പാസ് ഓപ്ഷൻ മാർക്ക് ചെയ്ത് അവിടെ വരെ എത്തി അവിടെ നിന്ന് കുത്തിക്കയറി ബോൾ എടുത്ത് പുറത്തേക്ക് വന്നു. പുള്ളിയുടെ ഇങ്ങനത്തെ മൂവ്മെൻറ്റ്സ് കാണിക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഇപ്പം തന്നെ 15 മിനിറ്റ് കൂടുതലായി, 10-20 മിനിറ്റ് എടുത്താലും തീരില്ല. ഈ ഒരു കേസ് നോക്കുക. ഒരു ഫൗൾ അവിടെ നടന്നു, പക്ഷേ റഫറി ഫൗൾ വിളിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ പ്ലെയർ സെൻട്രൽ മിഡ്ഫീൽഡിലാണ്. വേറെ പ്ലെയർ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ അവരൊന്നും ബാക്ക് ടൈലേക്ക് ചെയ്യണില്ല. പക്ഷേ അത് പുള്ളിക്ക് വിഷയമില്ല. പുള്ളി അപ്പോൾ തന്നെ ഒരു ഡേഞ്ചർ മണത്ത് അവിടെ തിരിച്ചു വരണം. നമ്മൾ ടീം തോറ്റുകൊണ്ടിരിക്കുകയാണ്, 87ാമത്തെ മിനിറ്റിലാണ്. പുള്ളി ഒരു മൂവ്മെൻറ്റ് മേക്കുന്നുണ്ട്. അത് തന്നെ പുള്ളിയുടെ ഒരു മെൻറ്റാലിറ്റിയുടെ ഒരു എക്സാമ്പിളാണ്. ഇഷ്ടം പോലത്തെ മൂവ്മെൻറ്റ്സ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇത് മതി പുള്ളിയുടെ ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഇതേപോലെ 90ാമത്തെ മിനിറ്റിലാണ് പുള്ളി ഓടുന്ന ഓട്ടം നോക്കുക. അതാ ഒപ്പം പ്ലെയറെ ജസ്റ്റ് മാർക്ക് ചെയ്ത് ഓടുന്ന ഓട്ടമാണ്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. ഇതിലിപ്പോൾ ആക്ഷൻ നടക്കുന്നത് അവർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറൊരു സൈഡിലാണ് ആക്ഷൻ നടക്കുന്നത്. നമ്മുടെ പ്ലെയർ സെൻട്രൽ മിഡ്ഫീൽഡിലാണ്. അപ്പോഴും പുള്ളി വെറുതെ വെക്കണില്ല. ഒപ്പോണൻറ്റ് ഡിഫൻസീവ് മിഡ്ഫീൽഡറെ പുള്ളി മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു നേരിൽ പോലെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് റൂളിനെ കുറിച്ച് പറയാനുള്ളതെന്ന് വിചാരിക്കരുത്. ഇനി കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യമായിട്ട് ഒരു 2-3 ദിവസം കൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്യണം. അപ്പോൾ അതിൻ്റെ കുറവ് ഈ വീഡിയോക്ക് ഉണ്ടാവും. ഇനി ചില കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ കണ്ടതുണ്ട് ഡൗട്ട്സ്. അപ്പോൾ അത് കളി കണ്ട ഒരു രീതിയിൽ
ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഒരു കാര്യം പറഞ്ഞാണ്, പുള്ളി ക്യുക്കല്ല എന്നുള്ളത്. പുള്ളി ക്യുക്കാണ്, പുള്ളിയുടെ മൈൻഡും ക്യുക്കാണ്. പിന്നെ അത്യാവശ്യം കമ്പോസ്റ്റർ ഉള്ളൊരു പ്ലെയറാണ്. പിന്നെ ഫ്രീ കിക്ക് എടുക്കുന്ന കാര്യം, മെൽബൺ സിറ്റിയിൽ പുള്ളി അങ്ങനെ ഫ്രീ കിക്കിൽ എഫക്റ്റീവായിട്ട് തോന്നിയില്ല. മെൽബൺ സിറ്റി വേറെ പ്ലെയേഴ്സും ഫ്രീ കിക്ക് എടുക്കുന്നതുകൊണ്ടായിരിക്കാം. കോർണർ നോക്കുകയാണെങ്കിൽ ആദ്യമായാണ് പുള്ളിയാണ് അവിടെ കോർണർ എടുത്തിരുന്നത്. നല്ല കോർണർ ഡെലിവറീസ് ആണ്. പക്ഷേ പിന്നീട് വന്നപ്പോൾ അവർ വേറെ കോർണറിൽ വേരിയേഷനൊക്കെ കൊണ്ടുവന്നു, രണ്ടുപേരൊക്കെ പോയിട്ട് കോർണർ എടുക്കുന്ന രീതിയിലായി. അപ്പോൾ പുള്ളി ബോക്സിൻ്റെ ഉള്ളിൽ കോർണറിൽ ഒരു ത്രെറ്റ് ആവുന്ന രീതിയിലാണ് നിന്നിട്ടുള്ളത്. പുള്ളിയുടെ ഹെഡിങ് എബിലിറ്റിയുടെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ. അതേപോലെ തന്നെ പുള്ളി ഹെഡിങ് നല്ല എബിലിറ്റി ഉള്ള പ്ലെയറാണ്. അത് ഹൈറ്റ് വെച്ചിങ്ങളും അളക്കരുത്, കാരണം പുള്ളിക്ക് സ്പീഡുള്ളതുകൊണ്ട്, പുള്ളിക്ക് വിഷൻ ഉള്ളതുകൊണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ വിങ്ങിൽ നിന്നൊക്കെ ഒരു ക്രോസ് വരുന്നുണ്ട്, അവർ ക്വിക്ക് ട്രാൻസിഷനിൽ വർക്ക് ചെയ്യുന്നതാണ്. മക്കളായിരുന്ന മാർക്ക് ചെയ്യാൻ 2 പ്ലേയേഴ്സ് അങ്ങോട്ട് പോകും, ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ ഗ്യാപ്പിലേക്ക് പുള്ളി ആ കറക്റ്റ് ടൈമിന് ഓടിച്ചില്ലാണ് ചെയ്യുക. അപ്പോൾ പുള്ളിയുടെ ഒപ്പം ഒരു ഡിഫൻഡർ ഉണ്ടാവില്ല. അല്ലാതെ പുള്ളി ഹെഡ് വിൻ ചെയ്യുന്നത് 2 വലിയ ഡിഫൻഡേഴ്സിൻ്റെ ഇടയിൽ നിന്നിട്ട് ചാടി ഹെഡ് വിൻ ചെയ്യുന്ന രീതിയിൽ വിചാരിക്കരുത്. ആ പുള്ളിയുടെ ക്വിക്നെസ്സും ആ സ്മാർട്ട് മൂവ്മെൻറ്റും കൊണ്ടാണ് പുള്ളി ഹെഡ് വിൻ ചെയ്യുന്നത്. അങ്ങനെയാണ് ഹെഡിങ്ങിൻ്റെ കേസ്. പിന്നെ ISLക്ക് വന്നു കഴിഞ്ഞാൽ കളിക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് 2-3 കാര്യം കൊണ്ട് നമുക്ക് ഡൗട്ട് വരും. ഒന്ന്, പുള്ളിയുടെ ഫിസിക് കുറവാണെന്നുള്ളൊരു പറഞ്ഞു. അത് നമ്മൾ ചിന്തിക്കരുത്, കാരണം ഓസ്ട്രേലിയൻ ലീഗിൽ ഭൂരിഭാഗം കളിക്കുന്ന ഓസ്ട്രേലിയൻസാണ്. അത്യാവശ്യം നല്ല തണ്ടും തടിയുള്ള ആൾക്കാരാണ്. പിന്നെ അത് പോരാണ്ട് ആഫ്രിക്കയിൽ നിന്ന്, സുഡാനിൽ നിന്നും നൈജീരിയയിൽ നിന്ന് കുറേ ഓസ്ട്രേലിയൻ നാഷണാലിറ്റി കൊണ്ടുവന്നവർ ഇറക്കിയിട്ടുണ്ട്. ആ കടാകടിയന്മാരുടെ ഇടയിൽ കളിച്ചിട്ടാണ് പുള്ളി ഇത്ര നല്ല സ്റ്റാറ്റ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഫിസിക്ക് ആ രീതിയിൽ ബാധിക്കില്ല. ചില കളിയിലൊക്കെ പുള്ളിനെ ടാർഗറ്റ് ചെയ്ത് ഫൗൾ ചെയ്യുന്നത് കാണാം, ഫൗൾ വിൻ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് പുള്ളി ഒരു സേഫ് സോൺ കളിക്കാനായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. പുള്ളിനെ ഫൗൾ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി കിടന്ന് ഉരുളൊന്നുമില്ല. പുള്ളിയായിട്ട് ഇപ്പോൾ കിടന്ന് ഉരുൾ കണ്ടിട്ടുണ്ട്, അത് വേറെ കാര്യം. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ 1-on-1 സാഹചര്യങ്ങളിൽ പുള്ളി പാസ് കൊടുത്തു വേണം. നേരത്തെ പറഞ്ഞ ടീം പ്ലെയറാണ്. അതേപോലെ തന്നെ പുള്ളി ടീമിൽ നിന്ന് ഒരു സപ്പോർട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ 1-on-1 സിറ്റുവേഷൻ അവിടെ അധികം ഉണ്ടാവില്ല. പുള്ളിക്ക് ഒരു പാസിംഗ് ഓപ്ഷൻ ഉണ്ടാവും. ഇന്ത്യയിൽ വരുമ്പോൾ നമ്മുടെ പ്ലെയേഴ്സ് സ്ലോ ആണ്, അവർ മൂവ്മെൻറ്റ് പാസിംഗ് ഓപ്ഷനായിട്ട് വരാനൊക്കെ സ്ലോ എടുക്കും. പക്ഷേ അത് ബാധിക്കേണ്ടതല്ല, അത് എല്ലാ പ്ലെയേഴ്സിനും ഉണ്ടാകുന്നൊരു സംഭവമാണ്. അത് പുള്ളിക്ക് വേണ്ടി സ്പെഷ്യലായിട്ടുള്ള കാര്യമില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ കാണുന്നത് ബോൾ ഹോൾഡ് ചെയ്യുന്നത്, സാധാരണ നമ്മൾ ഐസിൽ കാണുന്ന സെൻട്രൽ മിഡ്ഫീൽഡർ ആയാലും എഡിബിഡി ആയാലും അമ്മജി ആയാലും നല്ല രീതിയിൽ ബോൾ ഹോൾഡ് ചെയ്യും. ആ പുള്ളി അത് വർക്ക് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ബോൾ ഹോൾഡ് ചെയ്യുമ്പോൾ 2-3 പ്ലെയേഴ്സ് വരും. അപ്പോൾ പിച്ചിൻ്റെ വേറെ സ്ഥലത്ത് ഓപ്പൺ സ്പേസ് ഉണ്ടാകും, അവിടേക്ക് പാസ് എങ്ങനെയും പുള്ളി എത്തിക്കും. അങ്ങനെയാണ് എഡിബിഡിയുടെ കേസിലും അമ്മജാവിൻ്റെ കേസിലും വർക്കൗട്ട് ആവണം. പക്ഷേ പുള്ളി മെൽബൺ സിറ്റിയിൽ കളിക്കുന്ന സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ബേസിൽ അറ്റാക്ക് ചെയ്യുന്ന ടീമാണ്. അപ്പോൾ എന്തെങ്കിലും 2-3 ഫോർവേഡ്സ് അവർ ഫ്രണ്ടിൽ ഓടുന്നുണ്ടാവും. അപ്പോൾ എത്രയും പെട്ടെന്ന് അവർക്ക് ബോൾ റിലീസ് ചെയ്യുക എന്നുള്ളതാണ് പുള്ളിയുടെ മൈൻഡിലുള്ളത്. പുള്ളി അപ്പോഴേക്കും ഒരു ലോങ് ബോൾ കൊടുത്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് പുള്ളി അവിടെ ബോൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ റണ്ണ് ചിലപ്പോൾ എൻ്റെ ഓഫ് സൈഡ് ആയി പോകും, അല്ലെങ്കിൽ ആ ഒരു അറ്റാക്കിംഗ് ചാൻസ് നഷ്ടപ്പെടും. പുള്ളി അപ്പോൾ കിട്ടുന്ന ചാൻസിൽ ഫ്രണ്ടിലേക്ക് പാസ് കൊടുത്ത് ഒഴിവാക്കും. ഹോൾഡ് ചെയ്യാൻ അത്യാവശ്യമുണ്ട്. പുള്ളിയുടെ റിട്ടൻഷൻ, പുള്ളിയുടെ ബോൾ ലൂസ് ചെയ്യുന്ന സിറ്റുവേഷനൊക്കെ ഭയങ്കര കുറവാണ്. സ്റ്റാറ്റ്സ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. നല്ല ഇത് പെർസെൻറ്റേജിലാണെന്ന് തോന്നുന്നു, എന്നാലും അത് നല്ലൊരു സ്റ്റാറ്റാണെന്ന് തോന്നുന്നു എനിക്ക്. KBFCയിൽ വന്നാൽ കളിക്കുന്നത് അതെനിക്ക് എന്താ പറയുക, പറയാൻ പറ്റില്ല. കാരണം കോച്ചിൻ്റെ സൈഡിൽ നിന്ന് നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടില്ല. പക്ഷേ കോച്ചിൻ്റെ പണ്ടത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ട്, ഹാർഡ് വർക്ക് ഉണ്ട്. അതേപോലെ പിന്നെ കോച്ച് പറഞ്ഞ എന്താണ് പറയുക, ടീമിന് വേണ്ടി വർക്ക് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി അത് അത്യാവശ്യത്തിനുണ്ട്. പിന്നെ ടീഷർട്ട് പറ്റിയെന്നാണ്, ഒരു ടീഷർട്ടല്ല 2 ടീഷർട്ട് പറ്റിയാനുള്ള വർക്ക് റേറ്റ് പുള്ളിക്കുണ്ട്. അപ്പോൾ അത് പിന്നെ എനിക്ക് തോന്നി ഇനി കോച്ചിൻ്റെ സൈഡിൽ നിന്ന് ആദ്യം തന്നെ വല്ല ക്ലൂ തന്നാണ് ഈ പുള്ളിനെ കുറിച്ച് എന്നുള്ളത്. കോച്ചിന് സൈക്കാണെന്ന് തോന്നുന്നുണ്ട്. ഇനി STയുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നത് അതൊക്കെ കറക്റ്റാണ്. പുള്ളി പക്കയാണ് പറഞ്ഞത്, ടീം പ്ലെയർ ആണെന്നുള്ളൊരു മെൻറ്റാലിറ്റി ഒക്കെ കറക്റ്റാണ്. പിന്നെ ഇവാൻ്റെ സിസ്റ്റത്തിൽ ഫില്ലാകുമെന്നുള്ളൊരു സംശയം അതിപ്പം പറയാൻ പറ്റില്ല. എന്നാലും എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഈ പുള്ളിയുടെ ലൂണയുടെ ഒരു കളി വെച്ചിട്ട് അത് എന്താ ഷോർട്ട് പാസ് കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ്. അതേപോലെ തന്നെ കൗണ്ടർ അറ്റാക്കിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലെയറാണ്. അത്യാവശ്യം റൺസൊക്കെ മേക്കുന്നത്. ഏതൊരു സിസ്റ്റത്തിലും കുത്തിക്കയറ്റാൻ പറ്റും, അല്ലെങ്കിൽ കുത്തിക്കയറ്റേണ്ട ടൈപ്പ് ഒരു പ്ലെയറാണ്. നമുക്ക് ഒരു എല്ലാ സിസ്റ്റത്തിലും വർക്കൗട്ടും. അത് മെയിനായിട്ട് കൺഫ്യൂഷൻ വരുന്നത് നമുക്ക് കഴിഞ്ഞ ശേഷം വിസൻ്റെ ഗോമസിന് സൈൻ ചെയ്തപ്പോൾ നല്ല ഹൈ പ്രൊഫൈലുള്ള നല്ല പ്ലെയറാണ്. പക്ഷേ പുള്ളിയുടെ സിസ്റ്റത്തിൽ യാതൊരു രീതിയിൽ മാച്ച് ചെയ്യുന്ന രീതിയിൽ ഇന്ത്യയിൽ കളിക്കണം. പുള്ളി എന്ത് സൈൻ ചെയ്തതെന്ന് ആദ്യം തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു. നമ്മൾ ഈ ചാനൽ പങ്കുവെച്ചാണ്. പക്ഷേ കിബു നല്ല രീതിയിൽ പുള്ളിനെ യൂസ് ചെയ്യും, ടിക്കറ്റൊക്കെ കളിക്കുന്നത് നമ്മൾ വിചാരിച്ചു പോയി. പക്ഷേ ഒന്നും നടന്നില്ല. പക്ഷേ ആ ഒരു കേസ് ഈ പുള്ളിയുടെ കേസിൽ ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെയുള്ള 29 ഏജായി. പക്ഷേ ഞാൻ പറഞ്ഞ ഹ്യൂമിൻ്റെ പോലെ സുനിൽ ഛേത്രി അത്ര ഇല്ലെങ്കിലും അതേപോലെ സുനിൽ ഛേത്രി ഇപ്പോൾ 36-37 വയസ്സിലങ്ങാണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. അത്ര നാൾ പുള്ളി കളിക്കുന്നല്ല. എന്നാലും ഒരു 2-3 കൊല്ലം പുട്ടുപോലെ കളിക്കുന്നതാണ്. 2 ഇയർ ഡീൽ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഡീലാണ്, നല്ലൊരു സൈനിങ്ങാണ്. അപ്പോൾ അവർ എൻജോയ് നല്ല വൈബിൽ നിൽക്കുക. പുള്ളി കളിക്കില്ല എന്നൊക്കെ നമുക്ക് കളി തുടങ്ങുമ്പോൾ അറിയാം. പക്ഷേ അതും പറഞ്ഞ് ഇത്രയും നല്ലൊരു എയിം ഇതുവരെ വന്നില്ല. അപ്പോൾ ആ ഒരു വൈബിൽ നിൽക്കുക. ഓക്കെ, ബൈ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.